വിശ്വാസികൾ കാത്തിരുന്ന പുണ്യമേറിയ റമദാൻ മാസം ഇതാ വരികയാണല്ലോ. ആത്മീയമായും ശാരീരികമായും നാം ഒരുങ്ങേണ്ട സമയമാണിത്. നോമ്പ് വെറുമൊരു പട്ടിണിയല്ല, മറിച്ച് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ റമദാൻ ആരോഗ്യകരമാക്കാൻ നിങ്ങൾ ചില കാര്യങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് നോമ്പ് സമയത്ത് നാം ഒഴിവാക്കേണ്ട ഈ 5 ഭക്ഷണങ്ങളെക്കുറിച്ച്. ആദ്യമായി, ദാഹം തീർക്കാൻ നാം ആശ്രയിക്കുന്ന പാക്കറ്റ് ജ്യൂസുകൾ. ഇവയിലെ പ്രിസർവേറ്റീവുകൾ വെറും വയറ്റിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ കാരണമാകും. പകരം ഫ്രഷ് ജ്യൂസുകളോ കരിക്കിൻ വെള്ളമോ ശീലമാക്കുക. രണ്ടാമതായി, അത്താഴത്തിന് ഉണക്കമീൻ ഒഴിവാക്കുക. ഇതിലെ അമിതമായ ഉപ്പ് പകൽ സമയത്ത് കഠിനമായ ദാഹമുണ്ടാക്കുകയും നിങ്ങളെ തളർത്തുകയും ചെയ്യും. മൂന്നാമതായി, രാത്രിയിലുള്ള അമിതമായ ചായയും കാപ്പിയും. ഇവ ശരീരത്തിലെ ജലാംശം വേഗത്തിൽ നഷ്ടപ്പെടുത്തുന്നതിനാൽ പകൽ മുഴുവൻ നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടാൻ ഇത് കാരണമാകും. നാലാമതായി, എളുപ്പത്തിനായി നാം ഉണ്ടാക്കുന്ന ഇൻസ്റ്റന്റ് നൂഡിൽസും പാക്കറ്റ് സൂപ്പുകളും. ഇതിലെ കൃത്രിമ ചേരുവകൾ ദഹനത്തെ ബാധിക്കുകയും നെഞ്ചെരിച്ചിലുണ്ടാക്കുകയും ചെയ്യും. അഞ്ചാമതായി, നോമ്പ് തുറന്ന ഉടൻ കഴിക്കുന്ന പുളിപ്പുള്ള ഓറഞ്ച്, നാരങ്ങ തുടങ്ങിയവ. ഇവ നേരിട്ട് വെറും വയറ്റിലേക്ക് ചെല്ലുന്നത് ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ഈ കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ക്ഷീണമില്ലാതെ നോമ്പ് പൂർത്തിയാക്കാം.